അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ രാവിലെ മുതൽ ഉച്ചവരെ എന്തൊക്കെ ചെയ്തെന്ന് ഞാനൊന്ന് കാണിക്കാം. രാവിലെ എഴുന്നേറ്റ് ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ കല്യാണ പൂജ എന്നെയും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പം രാവിലെ അട മതിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു ഓക്കെ അടയും ചായ മതി രാവിലെ കഴിക്കാനെന്ന്. അങ്ങനെ ഞാൻ അട ഉണ്ടാക്കി ഇരിപ്പുണ്ടായിരുന്നു. അത് ചൂടാക്കി. പിന്നെ എനിക്ക് രാവിലെ ചായ വേണം. അപ്പം ഞാൻ ചായ ഇട്ടു. പാൽ ചായ ഇവിടെ ചേട്ടൻ കുടിക്കാറില്ല, ഞാൻ മാത്രമേ കുടിക്കാറുള്ളൂ. പിന്നെ ഇത് ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ സൺഡേ ദിവസങ്ങളിലൊക്കെ ചേട്ടൻ കിടന്നുറങ്ങും, ഒരു ഉച്ച വരെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഞാൻ വിളിച്ചില്ലെങ്കിൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങും. അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ട് ഞാൻ ചായ കുടിക്കാൻ നേരത്ത് എപ്പോഴും ഈ പൂച്ച എൻ്റെ കൂടെ ഇങ്ങനെ വന്നിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പൂച്ച എപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ്. കാര്യം ഞങ്ങൾ വീട് മാറി വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ച പ്രസവിച്ചതാണ്. ഇതിൻ്റെ അമ്മപ്പൂച്ച ഇതിനെ ഇട്ടിട്ട് പോയി. എന്നിട്ട് ഞാൻ അടുക്കളയുടെ അവിടെ തന്നെ ഇരുന്ന് ചായ കുടിക്കും. അപ്പോൾ പൂച്ച എൻ്റെ കൂടെ ഇങ്ങനെ വന്നിരിക്കും. നല്ല രസമായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ആകപ്പാടുള്ളത് 2 ചെടിയാണ്, 2 പച്ചമുളകിൻ്റെ. പിന്നെ ഇടയ്ക്ക് ഞാൻ അതൊക്കെ ഒന്ന് പോയി നോക്കും. ഇതുവരെ ഒരെണ്ണം പോലും പിടിച്ചിട്ടില്ല, അതാണ് ഹൈലൈറ്റ്. പിന്നെ രാവിലെ തന്നെ ഞാൻ അരി അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നു, അത് തിളച്ചു. പണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചതാണ്. വീട്ടിൽ വെച്ച് ഞാൻ അരിയൊന്നും അടക്കത്തില്ല, വീട്ടിലെ പേടിയാണ് ഇങ്ങനെയൊക്കെ. പിന്നെ കൂർക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു വന്നി ഉച്ചക്ക് നമുക്ക് കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന്. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അതുമല്ല നമ്മൾ ക്ലീൻ ചെയ്ത് വരാൻ നേരത്തെ നമ്മുടെ കൈ മൊത്തം കറയൊക്കെ പിടിച്ച് ഒരുമാതിരിയാകും. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചു. പിന്നെ ഞാൻ രാവിലെ അടയും ചായയും ഞാൻ കുടിച്ചു. ഇപ്പോഴും ചേട്ടൻ എഴുന്നേറ്റിട്ടില്ല, കിടന്നുറങ്ങുവാണ്. ഈ പൂച്ച ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിന് മീൻ കൊടുക്കാത്തതിന് പിണങ്ങിയിരിക്കുന്നതാണ്. ഇങ്ങനത്തെ കുറച്ച് കുറുമ്പൊക്കെ ഉള്ളൊരു പൂച്ച കേട്ടോ ഇത്. പിന്നെ ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കണം. കൂർക്കൊക്കെ അത്യാവശ്യം വേവുള്ളതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ കൂർക്ക അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഞാൻ പച്ചമുളക് മെഴുക്കുവരട്ടിയിൽ ചേർക്കാറില്ല, പക്ഷേ വീഡിയോക്ക് വേണ്ടി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടിയിട്ട് സവാള വാട്ടിയിട്ട് ഇത് കൂർക്കയും കൂടി ഇട്ട് എല്ലാ മെഴുക്കുവരട്ടി ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പച്ചമുളക് പൊതുവെ ഞാൻ ചേർക്കാറില്ല. എന്തോ പച്ചമുളകിനോട് എനിക്കത്ര താല്പര്യമില്ല. ഈ മെഴുക്കുവരട്ടിയിൽ മാത്രമാണ് ചേർക്കാത്തത്. മീൻകറി അങ്ങനെയുള്ള ബാക്കി കറിയിലൊക്കെ ഞാൻ ചേർക്കും കേട്ടോ. പിന്നെ ഈ മുളകൊക്കെ കൂർക്കയിലൊന്ന് പിടിക്കണം. അപ്പോഴത്തേക്കും നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കറിവേപ്പില ഇടുന്നത്. മുന്നേ വറതാളിക്കുമ്പോഴത്തേക്കും ഞാൻ ഈ കറിവേപ്പിലയൊന്നും ഇടാറില്ല. എൻ്റെ പാചകം കണ്ട് നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. പിന്നെ അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് വെള്ളക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. വെള്ളക്കറി എന്ന് വെച്ചാൽ തേങ്ങ അരച്ച് കുറച്ച് ചെമ്മീനൊക്കെ ഇട്ട് മുരിങ്ങക്കായും തക്കാളിയും മാങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന കറിയാണ്. ആലപ്പുഴയിൽ അതിന് വെള്ളക്കറി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തുവാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. വല്ലൊരു വീഡിയോ കാണുവാണെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ, ഞാൻ നോക്കാം. പിന്നെ വറതാളിച്ചും കൂടെ ഒഴിക്കാൻ നേരത്തെ കേട്ടോ ടേസ്റ്റ്. ഈ ഉള്ളിയും എല്ലാം ഇട്ട് കടുകൊക്കെ പൊട്ടിച്ചൊന്ന് വറതാളിച്ചും കൂടെ ഒഴിക്കാൻ നേരത്തെ നല്ല ടേസ്റ്റാണ്. ഈ കറി ഉണ്ടെങ്കിൽ ചോറ് നല്ലപോലെ പോകും കേട്ടോ. ചോറ് നല്ലപോലെ പോകുമെന്ന് പറഞ്ഞത് നമുക്ക് കഴിക്കാൻ തോന്നുമെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ചെമ്മീനിട്ട വെള്ളക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് ഞാൻ വറയൊക്കെ തളിച്ചിട്ട് നല്ല പൊളിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മീൻ പൊരിക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ടാൽ നല്ല രുചിയായിരിക്കും. അങ്ങനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മീനും കൂടെ പൊരിക്കാം. എന്ത് മീനാണെന്ന് എനിക്ക് മീനിൻ്റെ പേര് അറിയത്തില്ല. ഞാനൊരു മത്സ്യത്തൊഴിലാളിയുടെ മോളാണെങ്കിലും എനിക്ക് മീനിൻ്റെ പേരൊന്നും അറിയത്തില്ല. മത്തി, അയില, ചെമ്മീൻ, ഞണ്ട്, കൂന്തൽ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും. വേറെ മീനൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം. കുറച്ച് നേരം വെച്ചു. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കറിവേപ്പില ഇട്ട്, എണ്ണ തിളച്ചില്ലായിരുന്നു, കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് മീനും കൂടെ ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം അതൊന്ന് നടക്കട്ടെ. മീൻ പൊരിക്കുന്നത് പിന്നെ അപ്പച്ചട്ടിയിലായതുകൊണ്ട് നമുക്കിങ്ങനെ എടുത്തിട്ട് 2 കറക്കൊക്കെ കറക്കാം. അങ്ങനെ കറക്കിയിട്ട് ഞാൻ വേകാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചു. അത് കഴിഞ്ഞ് ഞാനും മീനും കൂടെ ഉള്ള അങ്കവാണി. ഇത് മറിച്ചിടാനായിട്ട് എനിക്ക് ഒട്ടും അറിയത്തില്ല, ഭയങ്കര പാടാണ്. ഞാൻ മറിച്ചിടാൻ നേരത്തെ മീനൊക്കെ പൊടിഞ്ഞ് മീൻ വേറെ വഴിക്കൊക്കെ പോകും. അങ്ങനെ അതൊക്കെ ഞാൻ സാഹസികപരമായിട്ട് മറിച്ചിട്ട് ഞാൻ സെറ്റാക്കി എടുത്തു. ഇപ്പോഴും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, ചേട്ടൻ ഉറങ്ങുവാണ്. പിന്നെ ഞാൻ ചേട്ടനെ കൂട്ടാതെ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ നിന്നാണ് ചോറ് കഴിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ വയറ് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു വന്നാൽ ചോറ് കഴിച്ചേക്കാമെന്ന്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ പൊരിച്ചമീൻ ഏത് മീനാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വെള്ളക്കറി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എനിക്കിത് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. അമ്മയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നത്. പക്ഷേ എനിക്ക് അമ്മ ഉണ്ടാക്കുന്നത് തന്നെയായിട്ടും ഇഷ്ടം. എങ്കിലും ഇതിന് ടേസ്റ്റ് ഇല്ലെന്നല്ല, കൊള്ളാം, എങ്കിലും അമ്മയുടെ അത്രയും വന്നിട്ടില്ല. പിന്നെ കൂർക്ക മെഴുക്കുവരട്ടി അതും എടുത്തു. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുളവായി പോകുമല്ലോ. ഇപ്പോൾ ഒരുപാട് ചൂടൊക്കെ ആയതുകൊണ്ട് അത് വാടിപ്പോവും. അപ്പം ഞാൻ അതെടുത്ത് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അച്ചാറും കൂടെ എടുത്തു. എനിക്ക് മാങ്ങ അച്ചാറും ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മാങ്ങ കിട്ടുമല്ലോ. അതൊക്കെ ഇപ്പം തന്നെ ഞാനൊരു 2-3 പ്രാവശ്യം തന്നെ അച്ചാറിട്ട് മൊത്തം തിന്ന്. ഇപ്പോൾ 2-3 ദിവസം മുന്നേ ഇട്ടതേ ഉള്ളൂ. അതും ഇനി 2 ദിവസമേ ഉള്ളൂ. അത് ഞാൻ അപ്പം തന്നെ തീർക്കും. പിന്നെ എല്ലാം കൂടെ കൂട്ടി ഞാൻ ചോറ് കഴിക്കുവാണ്. ചേട്ടൻ അമ്പലത്തിൽ ഒരുങ്ങിപ്പോയി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എഴുന്നേൽക്കുക, കുളിക്കുക, ഒരുങ്ങുക, അമ്പലത്തിൽ പോകുക, എല്ലാം പടപടയെന്നായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ചവരെ ഇത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.